സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു. ബി ഫാഷൻ ലേഡീസ് ഇന്നർവെയർ ആൻഡ് റെഡിമെയ്ഡ്സ്, ടി.പി. കോംപ്ലക്സ് നിയർ പി.എ.കെ. ഗോൾഡ്, പൂക്കോട്ടുംപാടം. കണ്ടിലപ്പാറ നായാടംപൊയിൽ നിക്ഷിപ്ത വനഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി. നടപടി അംഗീകരിക്കില്ലെന്ന് ചാലിയാർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ. കണ്ടിലപ്പാറ നായാടംപൊയിൽ മേഖലയിൽ 38 ഹെക്ടർ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയായി ഏറ്റെടുത്തു കഴിഞ്ഞുവെന്ന് വനം വകുപ്പ്. എന്നാൽ റവന്യൂ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്തത് അംഗീകരിക്കില്ലെന്ന് ജനപ്രതിനിധികൾ. അക്രമകാരികളായ കാട്ടാനകളെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട് ചാലിയാർ പഞ്ചായത്തിൽ എടവണ്ണ റേഞ്ച് ഓഫീസർ സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിനിടയിലാണ് ചാലിയാർ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ തോണിയിൽ സുരേഷ് വനം വകുപ്പ് നടപടിയിൽ പ്രതിഷേധം അറിയിച്ചത്. കുടിയേറ്റ കർഷകരും ആദിവാസികളും 70 വർഷത്തിലേറെയായി താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയാണ് വനം വകുപ്പ് നിലവിൽ നിക്ഷിപ്ത വനഭൂമിയാക്കി വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഇത് അംഗീകരിക്കില്ല, നിയമപരമായി നേരിടുമെന്നും തോണിയിൽ സുരേഷ് പറഞ്ഞു. നിലവിൽ ഇത് വനം വകുപ്പിന്റെ ഭൂമിയാണെന്നും അതിനാൽ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ ഈ സ്ഥലത്ത് പ്രവേശിച്ചാൽ കേസെടുക്കുമെന്നും എടവണ്ണ റേഞ്ച് ഓഫീസർ സലീം വ്യക്തമാക്കി. വനം വകുപ്പിന്റെ നടപടി മലയോര കർഷകർക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് ചാലിയാർ പഞ്ചായത്ത് അംഗങ്ങളായ ഗ്രീഷ്മ പ്രവീൺ, ബീന ജോസഫ്, സിബി അമ്പാട്ട് എന്നിവർ പറഞ്ഞു. അതേസമയം വനം വകുപ്പ് നടപടികൾക്കെതിരെ മലയോരത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശവും ചാലിയാർ പഞ്ചായത്തിന്റെ ഭാഗവും അകമ്പാടം വില്ലേജ് പരിധിയിൽപ്പെട്ടതുമായ 35.5 ഹെക്ടർ സ്ഥലവും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി വില്ലേജിൽ ഉൾപ്പെട്ട 2.5 ഹെക്ടറും ഉൾപ്പെടെ 38 ഹെക്ടർ സ്ഥലമാണ് കഴിഞ്ഞ ഫെബ്രുവരി 18-ന് പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ കൺസർവേറ്റർ നിക്ഷിപ്ത വനഭൂമിയാക്കി വിജ്ഞാപനമിറക്കിയത്. ഈ സ്ഥലത്തിൽ ഉൾപ്പെട്ട കുരിശുമലയിലേക്ക് ഇതോടെ വനം വകുപ്പ് നിരോധനവും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇതോടെയാണ് മലയോരത്ത് വനം വകുപ്പ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. 38 ഹെക്ടറോളം സ്ഥലം കൂടി വനഭൂമിയായി മാറുന്നതോടെ ഇവിടെ വന്യമൃഗശല്യം ഉൾപ്പെടെ രൂക്ഷമാകും. എന്നാൽ ആശങ്ക വേണ്ടെന്നും വനംവകുപ്പ് ഇവിടെ എക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും പ്രദേശവാസികൾക്ക് തൊഴിൽ അവസരങ്ങൾ ഒരുക്കുമെന്നും എടവണ്ണ റേഞ്ച് ഓഫീസർ യോഗത്തിൽ ഉറപ്പു നൽകി. വർഷങ്ങളായി ക്രൈസ്തവർ കുരിശുമലയായി ഉപയോഗിക്കുന്ന ഇവിടം വനഭൂമിയാക്കിയത് ക്രൈസ്തവ സമൂഹത്തിനിടയിലും പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. വനംവകുപ്പ് നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധ സമരങ്ങളിലേക്ക് നീങ്ങാനാണ് മലയോര ജനതയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.